ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് തൃപ്പൂണിത്തുറ കോട്ടയം ഹൈവേ ബസ് റൂട്ട് ഉദയംപെരൂര് വലിയകുളത്ത് വിൽപ്പനയ്ക്കുള്ള ഒരു റെഡി ടു മൂവ് കണ്ടീഷനിലുള്ള വില്ലയാണ് പരിചയപ്പെടുത്തുന്നത്. മെയിൻ റോഡ് ഹൈവേയിൽ നിന്നും 350 മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് 4 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റ് ഇരുനില 3 BHK ആയിട്ടാണ് ഈ വില്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ലോറി കടന്നു വരുന്ന വഴിയിൽ ചുറ്റുമതില് ഗേറ്റ്, 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യം, ഇലക്ട്രിസിറ്റി, വാട്ടർ കണക്ഷൻ, കിണർ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വില്ല ഒരുക്കിയിരിക്കുന്നത്. നല്ല ശുദ്ധജലവും ശുദ്ധവായുവും ലഭിക്കുന്ന ഗ്രാമാന്തരീക്ഷത്തിന്റെ സ്വഭാവവും എന്നാൽ ബസ് റൂട്ടിലേക്കും ടൗണിലേക്കും വലിയ ദൂരമില്ലാത്തതുമായ സ്ഥലത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വില്ല പരിഗണിക്കാവുന്നതാണ്. കൂടാതെ ചുറ്റുവട്ടത്ത് നല്ല വീടുകളും എല്ലാവരും നല്ല സഹകരണത്തോടെയും ഒത്തൊരുമയോടെയും താമസിക്കുന്ന ഒരു ഇടം കൂടിയാണിത്. ഫ്രണ്ട് ഗേറ്റ് വലിയ വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട് GIയിലാണ് പണിതിരിക്കുന്നത്. വില്ലയുടെ ഫ്രണ്ട് മുറ്റം മൊത്തം ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് കോമ്പൗണ്ടിനകത്ത് 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വില്ലയുടെ കിഴക്ക് വടക്ക് മൂലയിലായി വാസ്തുപ്രകാരം തന്നെയാണ് ഒരു കിണർ താഴ്ത്തിയിരിക്കുന്നത്. കിണറിനോട് ചേർന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു മീറ്റർ ബോക്സ് കാണാം. കിണർ കോൺക്രീറ്റ് റിങ്ങിലാണ് പണിതിരിക്കുന്നത്. വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിണറിലെ വെള്ളം കാണാനായിട്ട് സാധിക്കും. കിണറിനോട് ചേർന്ന് തന്നെ നല്ല കപ്പാസിറ്റിയുള്ള പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ചവറും അഴുക്കൊന്നും വീഴാതിരിക്കാനായിട്ട് നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ട് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനത്തിൽ വാസ്തുപ്രകാരം പണിതിരിക്കുന്ന ഈ വില്ലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകൾ കിഴക്ക് ദർശനത്തിലും വടക്ക് ദർശനത്തിലുമാണ് പണിതിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പുകൾ 12.5 അടി നീളത്തിലും 31 സെന്റിമീറ്റർ വീതിയിലുമാണ് പണിതിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിന്റെ വലിപ്പം 5.25 അടി നീളവും 4.25 അടി വീതിയുമാണ്. 24.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ സിറ്റ് ഔട്ട് ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങുന്ന ഫ്രണ്ട് ഡോറ് വടക്ക് ദർശനത്തിൽ മഹാഗണിയിലാണ് പണിതിരിക്കുന്നത്. വേണമെങ്കിൽ ഫ്രണ്ട് ഡോറ് മഹാഗണി മാറ്റി തേക്കിൽ പണിത് തരുന്നതായിരിക്കും. ഇതാണ് ലിവിംഗ് ഏരിയ. ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ല ആകർഷകമായ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ മൊത്തം ഇവര് ബ്ലൂ കളറിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൽ TV മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ യൂണിറ്റ് മൊത്തം മൾട്ടി വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ഇവര് വൈറ്റ് കളറിൽ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ 4x2 8 സ്ക്വയർ ഫീറ്റ് വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം 15 അടി നീളവും 11.5 അടി വീതിയുമാണ്. 172 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് ഇവര് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തട്ടിൽ നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെയാണ് ഈ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 13.5 അടി നീളവും 12 അടി വീതിയുമാണ്. 162 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത്. ഇവിടെ തന്നെ കോർണറിലായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് ഈ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 13.5 അടി നീളവും 10 അടി വീതിയുമാണ്. 135 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇത് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. കൂടാതെ ഇത് കന്നിമൂലയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാഷ് ഏരിയയുടെ വലിപ്പം 4.5 അടി നീളവും 3 അടി വീതിയുമാണ്. 13.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് ഡാർക്ക് ഗ്രേ കളർ ടൈലും ഫ്ലോറിൽ ലൈറ്റ് ഗ്രേ കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 6.25 അടി നീളവും 4 അടി വീതിയുമാണ്. 27 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ അടുക്കള. ഡോറാണെങ്കിൽ ഗ്ലാസ്സിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സിലാണെങ്കിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലും വൈറ്റ് കളറിലും ഗ്രേ കളറിലും മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബിന്റെ മുകളിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കിച്ചൺ സ്ലാബിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വലിയ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് മൊത്തം ഗുണമേന്മയുള്ള നല്ല മൾട്ടി വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 8.25 അടി വീതിയുമാണ്. 87 സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത്. ഇതാണ് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം 90 സെൻറ്റിമീറ്ററും വീതി 25.5 സെൻറ്റിമീറ്ററുമാണ്. സ്റ്റെയറിൽ ലാൻഡിംഗ് അടക്കം 18 സ്റ്റെപ്പുകളാണുള്ളത്. കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. സ്റ്റെയറിൻ്റെ താഴെ ഭാഗം മുതൽ മുകൾ ഈ അപ്പർ ലിവിങ് ഏരിയയുടെ ടോപ്പ് ഭാഗം വരെ മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇവർ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം 12 അടി നീളവും 9.25 അടി വീതിയുമാണ്. 114 സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 11.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 126 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് വൈറ്റ് കളർ ടൈലും ഫ്ലോറിൽ ഡാർക്ക് ബ്രൗൺ കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 8 അടി നീളവും 4 അടി വീതിയുമാണ്. 32 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ ഗ്രീൻ കളറ് ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭാഗത്തായിട്ട് GI സ്ക്വയർ പൈപ്പിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനോട് അനുബന്ധമായിട്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന വർക്കിലും ഹാൻഡ് റെയിലും ഇവർ ഫ്ലോറിനോട് ഇണങ്ങുന്ന രീതിയിലുള്ള പച്ച കളർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ വലിപ്പം 12.25 അടി നീളവും 6.25 അടി വീതിയുമാണ്. 86 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. ഇത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 13.5 അടി നീളവും 10 അടി വീതിയുമാണ്. 135 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെയും 13.5 സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവർ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ ലൈറ്റ് ബ്രൗൺ കളറ് വലിയ 8 സ്ക്വയർ ഫീറ്റ് ടൈലും ഫ്ലോറിൽ ബ്രൗൺ കളറ് ഡാർക്ക് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.25 അടി നീളവും 4 അടി വീതിയുമാണ്. 27 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയ ആണ്. ഇതാണ് ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറ്. ഓപ്പൺ ഏരിയയുടെ ഫ്ലോറിൽ വെള്ളമൊക്കെ വീഴാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വുഡൻ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ഏരിയയുടെ മുകൾ ഭാഗം മൊത്തം ഇവർ GIയിൽ ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം 10.25 അടി നീളവും 9.5 അടി വീതിയുമാണ്. 102 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത്. ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള വാട്ടർ പോയിന്റും ഡ്രെയിനേജ് സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ
പിടിച്ച് മുകളിലേക്ക് കയറുന്നതിനായിട്ട് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിലേക്ക് കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ടെറസ്. മുകളിൽ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വില്ലയുടെ അകത്തുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് കോമ്പൗണ്ടിന് ചുറ്റും നടന്ന് അവിടെയുള്ള അവസ്ഥകളും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഈ ടാർ റോഡ് ഫ്രണ്ടായിട്ടുള്ള ലോറി കടന്നു വരുന്ന 4 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് 3 BHK ആയിട്ടുള്ള ഈ ഇരുനില വില്ലയ്ക്ക് ഇവർ പ്രതീക്ഷിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. റേറ്റ് തീർച്ചയായിട്ടും നെഗോഷിയബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. ഇതാണ് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയ. അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് പിന്നീട് ഒരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്ക് സൈഡ് ഇപ്പം മൊത്തം ഇവർ മെറ്റലൊക്കെയാണ് നിരത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരമുള്ളത്. നടക്കാവിലേക്ക് 1.5 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 3.25 കിലോമീറ്ററും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 9.5 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 5 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 6.25 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 6 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 6.5 കിലോമീറ്ററും കാക്കനാടേക്ക് 13 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് 8.5 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 9.5 കിലോമീറ്ററും നേവൽ ബേസിലേക്ക് 14.5 കിലോമീറ്ററും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് 10.5 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 6.5 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. ഇവിടെ നിന്നും കുരിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വില്ലകളും വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി തരുന്നതായിരിക്കും. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.